ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് അക്ഷയ് ഫ്രം പാലക്കാട് NPO. നമ്മളുടെ കുതിരാൻ പുതിയ ടണൽ വന്നതിന് ശേഷം നമ്മൾ പലരും മറന്നുപോയൊരു പഴയ റൂട്ടുണ്ട്. കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡ്. ഞാനിന്ന് നിൽക്കുന്നത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ്. ഒരു സമയത്ത് വളരെ പീക്കിൽ നിന്നൊരു അമ്പലമുണ്ട് ഗൈസ്. ഇത് എപ്പോഴും തിരക്കായിരിക്കും. നമ്മളെ ഈ റോഡിലൂടെ മുമ്പ് സഞ്ചരിച്ചിട്ടുള്ളതൊക്കെ അറിയാൻ കഴിയും. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഈ സ്ഥലത്തായിട്ട് 2-3 പേർ എപ്പോഴും ഉണ്ടാവും. ഇങ്ങോട്ട് എറിയുന്ന കോയിൻസ് പെറുക്കിയെടുക്കാൻ വേണ്ടി മാത്രം സ്റ്റിക്കിലൊരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ലൈക്ക് മാഗ്നറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ആയിട്ടോ എപ്പോഴും ഇവിടെ ആളുകൾ നിൽക്കുന്നുണ്ടാവും. 2-3 പേര്. അത്രയ്ക്കും ബിസി ആയിട്ടൊരു അമ്പലമല്ലോ. ഈ ശബരിമല സീസണിലൊക്കെ ഈ വഴിക്ക് വന്നിട്ടുള്ളവർക്കറിയാം. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ആ സമയത്ത്. ഫുള്ള് തിരക്ക്. പക്ഷെ ഇപ്പോൾ ഇവിടെ ക്വയറ്റാണല്ലോ. വളരെ വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കാടിന് നടുക്ക് നിൽക്കുന്ന അതായത് കാടിന് നടുക്കല്ല, കാടിന് നടുക്കെന്ന് വേണമെങ്കിൽ പറയാം. ആ ഹൈവേ വന്നതിന് ശേഷം ഇവിടെ അങ്ങോട്ട് ആരും അധികം വരാറൊന്നുമില്ല. എന്ന് വെച്ചാൽ അധികം ട്രാവലേഴ്സ് അതുപോലെ തന്നെ ഇപ്പോൾ ലോറി അതുപോലെ ഒന്നും ഈ വഴിക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരു കാടായി മാറിയിട്ടുണ്ട് ഇവിടെ. അടിപൊളി. എന്തുകൊണ്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ മൂമെന്റ്സ് കിട്ടാൻ പറ്റിയൊരു അമ്പലമുണ്ട് ഗൈസ്. പണ്ടൊക്കെ ഇവിടെ നിന്ന് കെട്ടുനിറച്ച് പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് തമിഴ്നാട് നിന്ന് കർണാടകയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ശബരിമലയിലേക്ക് കെട്ടുനിറച്ച് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. അന്നൊക്കെ ഇവിടെ ഡെയിലി അന്നദാനം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ എപ്പോഴും അന്നദാനം ഉണ്ടാവും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്ന അമ്പലം. അപ്പോൾ സമാധാനമായിട്ട് വന്ന് തൊഴുതിയിട്ട് പോകാൻ പറ്റിയ ഒരു അയ്യപ്പൻ്റെ അമ്പലമുള്ള ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.